സ്വാഗതം സുസ്വാഗതം. ഇപ്പൊ ശരിയാക്കി തരാം. പവർഡ് ബൈ ഗ്ലോബൽ എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസ്. നമ്മളിപ്പോൾ ഉള്ളത് മലപ്പുറത്ത് തന്നെയാണ്. നിങ്ങൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടു കാണും നമ്മുടെ PMSI കോളേജിലെ പിള്ളേരുടെ ആ ഒരു വൈബും സെറ്റപ്പും ഒക്കെ. അപ്പൊ അടുത്ത ഗ്യാങ് അവിടെ സെറ്റായി നിൽപ്പുണ്ട്. നമ്മൾ ഓടി ചെല്ലേണ്ട ഒരു സമയമുള്ള എന്താവും എന്നുള്ളത് നമുക്ക് പോയി കണ്ടു നോക്കാം. ഈ പറക്കും തളിക എന്ന് പറയുന്ന ചിത്രം ഇത് കണ്ടിട്ടില്ലാത്ത മലയാളികൾ കാണത്തില്ല. നമ്മുടെ ഫൺ ലിസ്റ്റിൽ ഈ സിനിമയിൽ ഓരോ സീനുകളും ഉണ്ടാവും അല്ലെ. അതിനകത്ത് നമ്മുടെ വീരപ്പക്കുറുപ്പിനിട്ട് താമരാക്ഷം പിള്ള ബസ്സുകാരൻ കൊടുക്കുന്ന ദിലീപേട്ടൻ കൊടുക്കുന്ന ഒരു പണിയുണ്ട്, ഒരു ഇന്റർവ്യൂ സെക്ഷൻ. ഇതാണ് നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. സ്ക്രിപ്റ്റ് കൊടുത്തിട്ടുണ്ട്, എല്ലാവരും നല്ല തകൃതിയിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താവും നമുക്കൊന്ന് പോയി നോക്കാം. പേര് പറയൂ. ഏത് കോഴ്സ് പഠിക്കുന്നു? ആണ്. അപ്പൊ നമുക്ക് ഈ അരുതരുത് കുതിര മുതിരരുത് കുതിര പറയാം. അത് പറഞ്ഞു തുടങ്ങാം. ഓക്കെ. അരുതരുത് കുതിര മുതിരരുത് കുതിര, അതിലെ മുതിരതിന്റെ മുതിരരുത് കുതിര പറഞ്ഞു. അരുതരുത് കുതിര മുതിരരുത് കുതിര, അതിരിലെ മുതിര തിന്നാൻ മുതിരരുത് കുതിര. അതിരരുത് കുതിര മുതിരരുത് കുതിര, അതിരിലെ മുതിര തിന്നാൻ മുതിരരുത് കുതിര. പതുക്കെ പറ, ഒന്നുകൂടെ മനസ്സിലാലോചിച്ചും പറ. അതിരരുത് കുതിര മുതിരരുത് കുതിര, അതിരിലെ മുതിര തിന്നാൻ മുതിരരുത് കുതിര. അത് വയറ്റിക്കിടന്ന് ഓടുന്നു, എന്നെ കൊണ്ട് ഓടാൻ പോകുന്നു. അയാളെ പിടിക്കേ. 3, 2, 1 ആക്ഷൻ. ഇനി മറ്റൊരു വലിയ മനുഷ്യനുണ്ട്. നാട്ടുകാരുടെ കുന്തിരിക്കവും രോമാഞ്ച അയ്യഞ്ചു മഞ്ചു മുതൽ അഞ്ചൂന്ന് കൊഞ്ചു മതി ഐകുഞ്ചനേഴു മത അയ്യാറെട്ടു മതി ചോട് രഞ്ചു മതി രണ്ടൊന്നു തത്വമഭി മേവുന്നു നാദഹരി നാരായണായ. നാട്ടുകാരുടെ കുന്തിരിക്കവും ഈ നാടിന്റെ കുന്തിരിക്കവും രോമാഞ്ച കഞ്ചുകനുമായ നോർത്ത് പോലീസ് സ്റ്റേഷനിലെ CI നമ്മുടെ പ്രിയപ്പെട്ട കുറിപ്പ് സാർ. വെറും കുറിപ്പെന്ന് പറഞ്ഞാൽ നാട്ടുകാർക്ക് മനസ്സിലാവില്ല. വീരപ്പ കുറിപ്പെന്ന് പറയണം. വീരപ്പ കുറിപ്പൻ എന്ത് ഡീസന്റാ. വീരപ്പൻ അങ്കിൾ ഇവർ ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത് ഈ കാട്ടിൽ മുഴുവൻ കോടികളുടെ സ്വർണ്ണം ഉണ്ടെന്നാ. നിങ്ങളെക്കാളും വലിയ കള്ളന്മാരാ ഇവര്. ലയേഴ്സ്. വീരപ്പൻ എന്ത് ഡീസന്റാ. ആളുകളെ കൊല്ലുകയുള്ളൂ. ഈ വീരപ്പൻ എന്താ ഇഞ്ചിഞ്ചായി പിഴിഞ്ഞ് എല്ലും തോല്ലുമാക്കി കളയും. ഇഞ്ചിഞ്ചായി പിഴിഞ്ഞ് എല്ലും തോല്ലുമാക്കി കളയും. മനുഷ്യരുടെ രക്തം കുടിക്കുന്ന TTS രക്തരക്ഷസാണ് അയാൾ. കാക്കിയിട്ട താനൊരു ചക്രവർത്തിയാണെന്നാണ് അവന്റെ ധാരണ. പിന്നെന്തിനും മൂന്നാംകിട ഗുണ്ടയുടെ രൂപവും പന്നിയുടെ ചായമുള്ള അയാളെ എന്നെ കയ്യിൽ കിട്ടിയാൽ എനിക്ക് അത്രയ്ക്ക് ദേഷ്യം വന്നു. ചവിട്ടി അരച്ച് ചമ്മന്തി ആക്കി കളയും ഞാൻ. ഞങ്ങളെ പോലുള്ള പാവങ്ങളെ ജീവിക്കാൻ സമ്മതിക്കാത്ത അതിനെ പിന്നെ പാവങ്ങളുടെ മെക്കെട്ട് കയറുന്ന അയാളെ MG റോട്ടിൽ വെച്ച് എന്താ പറയാ കുനിച്ചു നിർത്തി വായിൽ തീയിട്ട് കൂമ്പിനിടിച്ച് ബാക്കിൽ മണ്ണെണ്ണ ഒഴിച്ച് വായിൽ തീയിട്ട് കത്തിച്ചമ്പലാക്കമാണ്. അവസാവണോ അതിനപ്പാക്കണോ വായിൽ തീയിട്ട് കത്തിച്ചമ്പലാക്കണമാണ്. കത്തിച്ചമ്പലമാക്കണം. കത്തിച്ചാമ്പൽ ആക്കണം എന്നാണ്. കത്തിച്ചാമ്പലാക്കണമാണ് എന്റെ കത്തിച്ചാമ്പലാക്കണം. കത്തിച്ചാമ്പലമാക്കണം. The vowels coming on the wind and the chest and smartphone. എത്താണത്? കത്തിച്ചാമ്പലാക്കണം എന്നാണ് എന്റെ അപേക്ഷ. കത്തിച്ചാമ്പലമാക്കണം. അയാൾ ആ സെറ്റ് അയച്ച് കാസറ്റ് ഇവിടെ കൊണ്ടു തരുന്നത് വരെ തന്നെ വിടുന്ന പ്രശ്നമില്ല. എന്താ പറഞ്ഞേ? അല്ല, നിങ്ങൾ എന്നെ മുറുക്കെ പിടിച്ചില്ലെങ്കിലേ എനിക്ക് ചിലപ്പോ ഓടിക്കളയാൻ തോന്നുന്നു. ഇയാൾ പിടിക്കൂ, എല്ലാരും പിടിക്കൂ, ആത്മാർത്ഥം പിടിക്കൂ. കത്തിച്ചാമ്പലാക്കണമെന്നാണ് എന്റെ അപേക്ഷ.
അഭിപ്രായം എന്റെ അഭിപ്രായം എന്നോട് പറഞ്ഞ ചാമ്പലാക്കണമെന്നാണ് എന്നോട് പറഞ്ഞു. കത്തി ചാമ്പലം ആക്കാൻ ചാമ്പലമല്ല, അത് മതി. അത് വിട്ടേക്കാണത്. അപ്പൊ നീ വേറെ എന്തെങ്കിലും പറഞ്ഞാലോ? ഓക്കെ ആണോ? അത് പറയാം. ചാടി ചാടി നിക്കണണ്ടാ. ആംഗ്രി ബേർഡ്സ് ആണ്, ആംഗ്രി ബേർഡ്സ്. ഒരു കൺഫ്യൂഷൻ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ? ഇല്ലേ? അതിരെതിര് കുതിര. ഓക്കെ, അപ്പൊ അടുത്തൊരാളെ വിളിക്കും. നമുക്ക് ആ പണി അവിടെ കൊടുക്കാം. ആരെ വിളിക്കണം? വിളിക്കാത്തൊരാളെ വിളിക്കും. വേണ്ട മോളെ, ചായം ബജ്ജൊന്നും ഇപ്പൊ വേണ്ട. ദിൽഷയ്ക്ക് എന്തെങ്കിലും ഇതുപോലത്തെ പരിപാടി? പാട്ട്, ഡാൻസ്, പാട്ട് ദിൽഷ കണ്ടപ്പോഴേ എനിക്ക് തോന്നി പാട്ട് പാടും. മൈക്ക് പിടിക്കും. ലിറിക്സ് അറിയണ്ട, നമുക്ക് തോന്നുന്ന പാട്ട് മതി. കുറ്റിരുട്ടത്ത് ചൂട്ടായി മിന്നും താര പോൽ വീണ്ടാടരുന്ന മഞ്ഞിൻ മെറ്റുദീപം പോൽ കൂടെറിഞ്ഞ പക്ഷിക്ക് വിണ്ണിൻ ചില്ല പോൽ വരുമോ കിനാവഭയം കിനാവ് കൊണ്ടൊരു കളിമുറ്റം വിദൂരമേതോ ദേശം ആ കിനാവിലൂഞ്ഞലോടുമേ ആ ഒരു നല്ല ലോകം നമ്മൾ കാണാതെ. 3, 2, 1 ആക്ഷൻ. ഇനി മറ്റൊരു വലിയ മനുഷ്യനുണ്ട്. ഈ നാടിൻ്റെ കുന്തിരിക്കവും രോമാഞ്ച കഞ്ചുകതനുമായ നമ്മുടെ പ്രിയപ്പെട്ട കുറിപ്പ് സർ. വെറും കുറിപ്പെന്ന് പറഞ്ഞാൽ നോർത്ത് പോലീസ് സ്റ്റേഷൻ അയച്ചങ്ങനെ പറയാം. ഒന്നുകൂടെ ആദ്യം തുടങ്ങി. ഇനി മറ്റൊരു വലിയ മനുഷ്യനുണ്ട്. ഈ നാടിൻ്റെ കുന്തിരിക്കവും രോമാഞ്ച കഞ്ചുകതനുമായ നോർത്ത് പോലീസ് സ്റ്റേഷനിലെ CI നമ്മുടെ പ്രിയപ്പെട്ട കുറിപ്പ് സർ. വെറും കുറിപ്പ് സർ എന്ന് പറഞ്ഞാൽ ആർക്കും മനസ്സിലാവില്ല. വീരപ്പൻ കുറിപ്പ് അല്ലേ? നിങ്ങളെ ഓർത്തെടുത്ത് വെച്ചിരിക്കുക. അതേ കണ്ണ്, ചുണ്ട്, മൂക്ക്. വീരപ്പൻ ആളെന്തോ ഡീസന്റാ, ആളുകളെ കൊല്ലുക മാത്രമേ ഉള്ളൂ. പക്ഷെ ഈ വീരപ്പനാണെങ്കിലോ ഇഞ്ചിഞ്ചായി പിഴിഞ്ഞ് അല്ല ഇഞ്ചിഞ്ചായി പിഴിഞ്ഞ് എല്ലാം തോലുമാക്കി കളയും. മനുഷ്യരക്തം കുടിക്കുന്ന ഒരു DTS രക്തരക്ഷസാണെന്നാണ് അയാളുടെ വിചാരം. അല്ല അയാള് തന്നെ മൂച്ചേട്ടെ ഒന്ന് പറഞ്ഞ രണ്ടാമത്തെ തുണി പൊക്കി കാണിക്കും. ഞാൻ കാക്കിയിട്ടാൽ താനൊരു ചക്രവർത്തിയാണെന്നാണ് അയാളുടെയൊക്കെ ഒരു ധാരണ. ഒരു മൂന്നാംകിടക്കാരുടെ ഛായയും മൂന്നാംകിടക്കാരന്റെ ആരംഭിച്ചു. ഇനി പറഞ്ഞിട്ട കാര്യം നമുക്ക് വേറെല്ലാം പറയാം. ഒരു മൂന്നാംകിട ഗുണ്ടയുടെ ഛായയും പന്നിയുടെ രൂപമുള്ള അയാളൊക്കെ എന്റെ കയ്യിൽ കിട്ടിയാൽ ചവിട്ടി അരച്ച് ചമ്മന്തിയാക്കും ഞാൻ. അത് ഉത്തരം പറ. അത് പറങ്ങട്. നീ ഇപ്പൊ ചോദിച്ചതേ ഒരു ആദ്യം ഊള ആൻസറാ. നമ്മളെ പോലെ പാവങ്ങളുടെ മെക്കെട്ട് കയറാനും മാന്യമായി ജീവിക്കാൻ സമ്മതിക്കാത്ത അയാളെയൊക്കെ MG റോഡിന്റെ നടുറോട്ടിൽ വെച്ച് നാട്ടുകാരുടെ മുന്നിൽ വെച്ച് കുനിച്ചു നിർത്തി കൂമ്പിനിടിച്ച് ബാക്കിൽ മണ്ണെണ്ണ ഒഴിച്ച് വായിൽ തിരി കത്തിച്ച് കത്തി ചാമ്പലമാക്കണമെന്നാണ് എൻ്റെ ആത്മാർത്ഥമായ അഭിപ്രായം. ഇനി മറ്റൊരു വലിയ മനുഷ്യനുണ്ട്. ഈ നാടിൻ്റെ കുന്തിരിക്കവും രോമാഞ്ച കഞ്ചുകതനുമായ നോർത്ത് പോലീസ് സ്റ്റേഷനിലെ CI സാർ, കുറുപ്പ് സാർ. ഞങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ട കുറുപ്പ് സാർ. വെറും കുറുപ്പെന്ന് പറഞ്ഞാൽ ആർക്കും മനസ്സിലാവില്ല. വീരപ്പൻ കുറുപ്പെന്ന് പറഞ്ഞാലേ ആളുകൾക്ക് മനസ്സിലാവും. വീരപ്പൻ ആളെന്ത് ഡീസൻ്റാ, ആളുകളെ കൊല്ലുക മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ വീരപ്പനാണെങ്കിലോ ആളുകളെ ഇഞ്ചിഞ്ചായി പിഴിഞ്ഞ് എല്ലും തോലുമാക്കി കളയും. മനുഷ്യരക്തം കുടിക്കുന്ന ഒരു രക്തരക്ഷസാണ് അയാൾ. DTS രക്തരക്ഷസാണ് അയാൾ. കാക്കിയിട്ടാൻ്റെ കൈ ഒങ്ങിയാൽ നിനക്കൊന്നും നോക്കില്ല. അതാണ് അതല്ലത്. അങ്ങോട്ട് നോക്ക്. എങ്ങോട്ട് നോക്കാൻ?
കാക്കയിട്ട് കഴിഞ്ഞാൽ ഒരു ചക്രവർത്തിയാണെന്നാണ് അയാളുടെയൊക്കെ ധാരണ. ഒരു മൂന്നാംകിട ഗുണ്ടയുടെ രൂപവും ഒരു മൂന്നാംകിട ഗുണ്ടയുടെ ചായയും പന്നിയുടെ രൂപവുമുള്ള അയാളൊക്കെ എൻ്റെ കയ്യിൽ കിട്ടിയാൽ ചവിട്ടിരിച്ച് ചമ്മന്തിയാക്കി കളയും ഞാൻ. എങ്ങനെയൊക്കെ പറഞ്ഞ് തീർത്തിട്ടൊക്കെ പോകണം ഇപ്പൊ ഇവിടുന്ന്. ആ വീടാ ഇപ്പൊ ശരിയാക്കി തരാം. നമ്മളെ പോലുള്ള പാവങ്ങളുടെ മെക്കിട്ട് കയറുന്ന ഞങ്ങളെ മാന്യമായി ജീവിക്കാൻ സമ്മതിക്കാത്ത ഇവനൊക്കെ എൻ്റെ കയ്യിൽ കിട്ടിയാൽ ഞാൻ കവിളൊക്കെ കറങ്ങി ഇങ്ങനെ വിറയ്ക്കുന്നു. MG റോട്ടിൽ നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് കുനിച്ചു നിർത്തി കൂമ്പിനടിച്ച് ബാക്കിൽ മണ്ണെണ്ണ ഒഴിച്ച് വായിൽ തിരിവെച്ച് കത്തിച്ച് കളയണമെന്നാണ് എൻ്റെ ആത്മാർത്ഥമായ അഭിപ്രായം. ഓ അടിപൊളി. എങ്ങനെയുണ്ട്? പാട്ട് പാടാം ആദ്യം. പാട്ട് പാടില്ലേ? പാട്ട് പാടില്ല. പാടും പാടും പാടും. മൈക്ക് പിടിക്കുക, പാടുക. പാടാതിരിക്കാൻ ഇവിടെ പറ്റില്ല. അടിമഴை വരും അതിൽ നനൈവോമേ കുളിർ കാഴ്ചലോട് സ്നേഹം ഒരു പോർവൈക്കുൾ ഇരുത്തൂക്കം കുളു കുളു പൊയ്കൾ ചൊല്ലി என்னை வெல்வாய் அது தெரிந்தும் கூட அன்பே மனமதைதான் எதிர்பார்க்கும் எங்கேயும் போகாமல் தினம் வீட்டிலேயே நீ வேண்டும் சில சமயம் விளையாட்டாய் என் நாடைக்குள்ளே நான் வேண்டும் வசீகரா என் நெஞ்சினிக்க உன் பொன்மடியில் தூங்கினால் போதுமதே கணம் என் கண்ணுறங்கா முன்ஜென்மங்களில் ஏக்கங்கள் தோறும் நேசிப்பதும் சுவாசிப்பதும் உந்தயவாய் நானே ஏங்குகிறேன் தேங்குகிறேன் உன் நினைவாய் நானே நான். അടിപൊളി. അടിപൊളിയായിട്ട് പാടി. ഒളിച്ച് നിന്നാ കണ്ടുപിടിക്കത്തില്ലെന്ന് കരുതി. എന്ത് പേര്? മിഥ ഫാത്തിമ. മിഥ ഫാത്തിമ. ഏത് കോഴ്സ് പഠിക്കുന്നു? അങ്ങനെ പറഞ്ഞ ഓപ്പറേഷൻ തിയേറ്റർ ആൻഡ് അനസ്തേഷ്യ ടെക്നോളജി. ഓക്കെ 3, 2, 1 ആക്ഷൻ. ഇനി മറ്റൊരു വലിയ മനുഷ്യനുണ്ട്. ഈ നാടിൻ്റെ കുന്തിരിക്കവും രോമാഞ്ച കഞ്ചകഥനുമായ നോർത്ത് പോലീസ് സ്റ്റേഷനിലെ പോലീസ് സെൻസേഷനോ? അതെന്താ? കോടതിയിൽ നിന്നൊരു നോർത്ത് പോലീസ് സ്റ്റേഷനിലെ CI ഞങ്ങളുടെ പ്രിയപ്പെട്ട കുറിപ്പ് സാറ്. വെറും കുറിപ്പല്ല, വീരപ്പൻ കുറിപ്പെന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് മനസ്സിലാവൂ. വീരപ്പൻ ആളെന്തൊരു ഡീസൻ്റാ, ആൾക്കാരെ കൊല്ലുക മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ വീരപ്പനാണെങ്കിലോ ഇഞ്ചിഞ്ചായി പിഴിഞ്ഞ് എല്ലും തോലുമാക്കി കളയും. മനുഷ്യരക്തം കുടിക്കുന്ന ഒരു TTS രക്തരക്ഷസാണ് അയാൾ. കാക്കിയിട്ടാൽ ചക്രവർത്തിയാണെന്നാണ് അയാളുടെ ധാരണ. ഒരു മൂന്നാംകിട ഗുണ്ടയുടെ ചായയും പന്നിയുടെ രൂപവുമുള്ള അയാളെ എൻ്റെ കയ്യിൽ കിട്ടിയാൽ ചവിട്ടിയരച്ച് ചമ്മന്തിയാക്കും ഞാൻ. എനിക്ക് ഞാൻ എൻ്റെ ഫേവറേറ്റ് സോങ് പാടാം. ഞങ്ങളെപ്പോലുള്ള പാവങ്ങളെ മെക്കിട്ട് കയറുന്ന മാന്യമായി ജീവിക്കാൻ സമ്മതിക്കാത്ത അയാളെ MG റോഡിൽ നാട്ടുകാരുടെ മുന്നിൽ കുനിച്ച് നിർത്തി കൂമ്പിനിടിച്ച് ബാക്കിൽ മണ്ണെണ്ണ ഒഴിച്ച് വായിൽ അത്തള പിത്തള തവളാച്ചി മറിയം വന്ന് വിളക്കൂ തിരികൂടെ കത്തിച്ച് ചാമ്പലാക്കി കളയണം. തിരിയിട്ട് കത്തിച്ച് ചാമ്പലാക്കി കളയണമെന്നാണ് എൻ്റെ ആത്മാർത്ഥമായ അഭിപ്രായം. ഇത്തിരി വെള്ളം കൊണ്ടുപോടെ ആരെങ്കിലും. എന്ത് കോഴ്സ് പഠിക്കുന്നത്? ഞാൻ RIT. എന്താ പേര്? നിഷ. 3, 2, 1 ആക്ഷൻ. ഇനി മറ്റൊരു വലിയ മനുഷ്യനുണ്ട്. ഈ നാടിൻ്റെ കുന്തിരിക്കമായ രോമാഞ്ച കഞ്ചകനായ നോർത്ത് സ്റ്റേഷനിലെ SI ഞങ്ങളുടെ പ്രിയപ്പെട്ട കുറുപ്പ് സർ. CI ഞങ്ങളുടെ നോർത്ത് സ്റ്റേഷനിലെ CI ഞങ്ങളുടെ പ്രിയപ്പെട്ട കുറുപ്പ് സർ. കുറുപ്പെന്ന് പറഞ്ഞാൽ ആർക്കും മനസ്സിലാവില്ല. വീരപ്പൻ കുറുപ്പ് എന്ന് പറഞ്ഞാലേ നാട്ടുകാർക്ക് മനസ്സിലാവും. വീരപ്പൻ ആളെന്തൊരു പാവം, ഡീസൻ്റാ. വീരപ്പൻ ആളെന്തൊരു ഈ നിഷ്കളങ്കമായ മുഖത്തേക്കൊന്ന് നോക്കടാ.
ഈശ്വര എന്തൊരു ചൈതന്യം. ആൾക്കാരെ കൊല്ലുക മാത്രമുള്ളൂ. വീരപ്പൻ കുറിപ്പ് ആൾക്കാരെ ഇഞ്ചിഞ്ചായി എല്ലും തോലുമായി പിഴിഞ്ഞ് എല്ലും തോലുമാക്കി കളയും. മനുഷ്യ രക്തം കൊടുക്കുന്ന DTC എന്താ ഞാൻ പിണങ്ങി. എന്ത് പറ്റി? എത്ര വട്ടം ഞാൻ പറഞ്ഞു എന്നെ ഇങ്ങനെ UDC എന്ന് വിളിക്കല്ലെന്ന്. അത്രേ ഉള്ളൂ. എല്ലാവരും UDC അങ്ങനെയല്ലേ വിളിക്കുന്നത്? എല്ലാരെയും പോലാണോ ബാലേട്ടൻ? DCT ഓ ഈ റൈമണ്ടിന്റെ നക്സലൈറ്റ് ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. പിന്നെ എങ്ങനെ എടുക്കുന്നത്? നിങ്ങൾക്ക് അത്ര സംശയമാണെങ്കിൽ എന്റെ രക്തം, കഫം, മൂത്രം ഒക്കെ പരിശോധിക്കാം. യെസ് യു ക്യാൻ എക്സാമിനേഷൻ. മനുഷ്യ രക്തം കുടിക്കുന്ന DTS രക്തരക്ഷസാണ് അയാൾ. മനുഷ്യ രക്തം കുടിക്കുന്ന DTS രക്തരക്ഷസാണ് അയാൾ. കാക്കിയിട്ടാൽ താൻ ചക്രവർത്തിയാണെന്നാണ് വിചാരം. മൂന്നാംകിട ഗുണ്ടയുടെ ഛായയും പന്നിയുടെ ശരീരവുമുള്ള അയാളെ രൂപവും കണ്ടോ? ബ്രഹ്മദത്തൻ നോക്കി നിൽക്കെ ഉടല് നിറയെ കൈകളുള്ള ഭീകര സത്തുമായി സുഭദ്ര. മൂന്നാംകിട ഗുണ്ടയുടെ ഛായയും പന്നിയുടെ രൂപവുമുള്ള അയാൾ എനിക്ക് കയ്യിൽ കിട്ടിയാൽ അരച്ച് ചമ്മന്തിയാക്കി കളയും. ചേട്ടൻ ഞാൻ വിചാരിച്ച പോലെ അല്ല കേട്ടോ. മന്ദബുദ്ധിയല്ല. നമ്മുടെ പോലെയുള്ള പാവപ്പെട്ട ആളുടെ മെക്കിട്ട് കയറുന്ന ഇവരെ പോലെയുള്ളവരെ മാന്യമായി ജീവിക്കാൻ കഴിയാത്ത കട്ടൊന്നും ചെയ്യത്തില്ല. ഇതൊന്നും TV-യിൽ വരത്തില്ലല്ലോ. മാന്യമായി ജീവിക്കാൻ സമ്മതിക്കാത്ത ഇവരെ പോലെയുള്ളവരെ MG റോഡിന്റെ നടുവിൽ കുനിച്ച് നിർത്തി കൂമ്പിനിടിച്ച് ബാക്കിൽ മണ്ണെണ്ണ ഒഴിച്ച് വായിൽ തിരി കൊടുത്ത് കത്തിച്ച് ചാമ്പലാക്കി കളയണമെന്നാണ് എന്റെ അഭിപ്രായം. മാം, കുട്ടികൾ മാമിനെ തന്നെ വിളിക്കാൻ പറഞ്ഞു. എന്തായിരിക്കും? മലയാളം അറിയത്തില്ല. അപ്പൊ നമുക്ക് ഇംഗ്ലീഷ് ഡയലോഗ് ആക്കാം. ഓക്കെ. Shall I remind you something? It is quite unbecoming an officer. I pity you for the dirty game you have played in this case. That is manipulated. A police officer is supposed to be the watchdog of justice and the servant of the society. അത് പറഞ്ഞാൽ മതി. എല്ലാരും വിളിച്ചു. ഈ ഇരുവഴിഞ്ഞിപ്പുഴ അറബിക്കടലിലുള്ളതാണെങ്കിൽ കാഞ്ചന മൊയ്തീനുള്ളതാണ്. സിമ്പിൾ. ഈ ഇരുവഴിഞ്ഞിപ്പുഴ അറബിക്കടലിലുള്ളതാണെങ്കിൽ കാഞ്ചന മൊയ്തീനുള്ളതാ. ഇത് മൊയ്തീന്റെ വാക്കാണ് ഏറ്റവും വലിയ സത്യം. സിമ്പിൾ. നമുക്ക് PMSA കോളേജിലെ നമ്മുടെ മിസ്സിന്റെ പേരെന്താ? തൻസി മിസ്. സുന്ദരിയായ തൻസി മിസ് ഇപ്പൊ താണ്ടെ പെർഫോമൻസ് കാണിക്കും. ഓക്കെ, തുടങ്ങാം. മൈക്ക് വേണം, പിടിച്ചോളൂ. ഓക്കെ, ഞാൻ പിടിച്ചു തരാം. ഓക്കെ. ഈ ഇരുവഴിഞ്ഞിപ്പുഴ അറബിക്കടലിലുള്ളതാണെങ്കിൽ ഇരുവഴിഞ്ഞിപ്പുഴ അറബിക്കടലിലുള്ളതാണെങ്കിൽ കാഞ്ചന മൊയ്തീനുള്ളതാ. അറബിക്കടലിലാണെങ്കിൽ അറബിക്കടലല്ല, അറബിക്കടലിലുള്ളതാണെങ്കിൽ അറബിക്കടലിലുള്ളതല്ല. ഈ ഇരുവഴിഞ്ഞിപ്പുഴ അറബിക്കടലിനുള്ളതാണെങ്കിൽ കടലിനുള്ളിൽ അങ്ങനെ കടലിൽ എങ്ങനെ പുഴ വരുന്നേ? ഈ ഇരുവഴിഞ്ഞിപ്പുഴ അറബിക്കടലിനുള്ളതാണെങ്കിൽ കാഞ്ചന മൊയ്തീനുള്ളതാണ്. ഇനി നീ താഴത്തേക്ക് ഊത്, അല്ലെങ്കിൽ നീ ചത്തുപോകും. ഈ അറബിക്കടൽ എനിക്കുള്ളതാണെങ്കിൽ കാഞ്ചന നിനക്കുള്ളതാണെന്ന്. അതല്ല, അങ്ങനല്ല ഡയലോഗ്. ഈ അറബിക്കടലിനുള്ളിൽ മീനുണ്ട്, മീനെ പിടിക്കാം നമുക്ക്. ഇതല്ലത്. വേറെ ലാംഗ്വേജിലോ? വാ നോക്കട്ടെ. വേറെ ലാംഗ്വേജിൽ ഇങ്ങനത്തെ സാധനം കിട്ടണമല്ലോ. പഠിക്കേണ്ടാത്തതായിട്ടുള്ളത് മിസ് ഉയർക്കുന്നു. പഠിക്കേണ്ടാത്തതായിട്ടുള്ളത് മിസ്സിനെ ഇങ്ങനെ നിർത്തി അപമാനിക്കുന്ന കാണുമ്പോൾ എനിക്ക് വിഷമം വരുന്നു. ഒരു പാട്ട് പാടാം മിസ്സേ. മിസ്സിന്റെ നോട്ടം കണ്ടോ? എന്നെ വിടമാട്ടെ, ഇന്ന് ഇങ്ങ നിന്ന് എങ്കയും എന്നെ പോകർത്തേക്ക് നിങ്ങ വിടമാട്ടെ. അത് പറ, പിള്ളേർ നോക്കി നിങ്ങൾ
എന്നെ വിടമാട്ടെ. വിട്ടേക്കണം. അപ്പൊ വിടമാട്ടെ, പൊക്കോളൂ. മിസ്സിന് ഒരു സ്പെഷ്യൽ കൈയടി. അപ്പൊ ആദ്യമായിട്ട് നമുക്ക് വിളിക്കാം. എല്ലാവരും ഒന്നിനൊന്ന് മികച്ചതായിരുന്നു. മിന്ന നമ്മുടെ ഗ്ലോബൽ എഡ്യൂക്കേഷൻ കൺസൾട്ടൻസി തരുന്ന ഒരു ഗിഫ്റ്റ് ഉണ്ട്. പിടിക്കൂ. ഓരോ ബൈറ്റിലും ടേസ്റ്റ്, ഓരോ ബൈറ്റിലും ട്രസ്റ്റ്. നമ്മുടെ നൊസ്റ്റാൾജിയ ഉണർത്തുന്ന കേരളത്തിന്റെ പ്രീമിയം ടേസ്റ്റ് ലഷ്. അടുത്തായിട്ട് നമുക്ക് വിളിക്കാം ജുസ്ന. ഇവിടെ ഉണ്ട്. ഗ്ലോബൽ എഡ്യൂക്കേഷൻ കൺസൾട്ടൻസി തരുന്ന ഒരു ഗിഫ്റ്റ് ഉണ്ട്. പിടിക്കൂ. പ്രകൃതിയിൽ നിന്ന് നേരിട്ട് കേരനാട് ടെൻഡർ കോക്കനട്ട് വാർന്ന് തരുന്ന ഒരു ഗിഫ്റ്റ്. അടുത്തായിട്ട് നമുക്ക് സ്വാഗതം ചെയ്യാം അഫ്ന. ആരായാലും വരൂ. ഞാനും എന്താ സംശയം, അതിമനോഹരമായി ചെയ്തു. ഗ്ലോബൽ എഡ്യൂക്കേഷൻ കൺസൾട്ടൻസി തരുന്ന ഒരു ഗിഫ്റ്റ് ഉണ്ട്. പിടിക്കൂ. സൂര്യ കോമഡി തരുന്ന ഒരു ഗിഫ്റ്റ്. ഹാപ്പി, കൺഗ്രാറ്റ്സ്. അടുത്തായിട്ട് നമുക്ക് സ്വാഗതം ചെയ്യാം കടുക്കനിട്ട ആ കൂട്ടുകാരനെ. വരൂ. നമ്മുടെ ഗ്ലോബൽ എഡ്യൂക്കേഷൻ കൺസൾട്ടൻസി തരുന്ന ഒരു ഗിഫ്റ്റ് ഉണ്ട്. പിടിക്കൂ. ഹാപ്പി. കൂടാതെ സൂര്യ കോമഡി തരുന്നൊരു ഗിഫ്റ്റ്. അഭിനയിച്ച് വളരൂ. ഓൾ ദി ബെസ്റ്റ്. നമുക്കിനി സ്വാഗതം ചെയ്യാം ഫസ്റ്റിലെ വന്ന റഫിദ. വരൂ. ഗ്ലോബൽ എഡ്യൂക്കേഷൻ കൺസൾട്ടൻസി തരുന്ന ഒരു ഗിഫ്റ്റ് ഉണ്ട്. പിടിക്കൂ. കൂടാതെ നമ്മുടെ സൂര്യ കോമഡി തരുന്ന ഒരു ഗിഫ്റ്റ്. മലപ്പുറം PMSI കോളേജ് ഒരു രക്ഷയില്ല. വൈബ് അവിടുന്ന് വൈബ് ഇവിടുന്ന് വൈബ്, മൊത്തത്തിൽ വൈബോട് വൈബായിരുന്നു. പക്ഷേ ഈ എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുന്നെങ്കിലും അടുത്ത ബാച്ച് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത എപ്പിസോഡിൽ നമുക്ക് വരാം. അതുവരെ താൽക്കാലികമായിട്ട് വൈൻഡ് അപ്പ് ചെയ്യുന്നു. ബൈ.